ഹലോ ദിസ് ഈസ് മലയാളം ട്യൂട്ടോറിയൽസിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് കൂടി സ്വാഗതം. ഓപ്പൺ സോഴ്സ് ഗ്രാഫിക് സോഫ്റ്റ്വെയർ കൃതയെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. ഈ വീഡിയോയിൽ കൃതയുടെ ഏതാനും ചില ബേസിക് കാര്യങ്ങൾ കൂടി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഞാൻ ഫയൽ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മൾ ഫോട്ടോഷോപ്പിലൊക്കെ മിക്ക ടൂൾസിനും നമുക്ക് ഷോർട്ട് കട്ടുകൾ ഉണ്ടാവും, എന്നാൽ കൃതയിൽ ഷോർട്ട് കട്ടുകളുടെ എണ്ണം വളരെ കുറവാണ്. സോ ഫോർ എക്സാമ്പിൾ, ഫോട്ടോഷോപ്പിൽ നമ്മൾ ജി എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെയിൻറ്റ് ബക്കറ്റ് കിട്ടും. പക്ഷേ നമ്മുടെ ടൂൾ ബോക്സിൽ യഥാർത്ഥത്തിൽ നിങ്ങളുടെ പെയിൻറ്റ് ബക്കറ്റിന് ഒരു ഷോർട്ട് കട്ട് ഉണ്ടാവില്ല. ഇതിൽ കാണുന്ന ജി എന്ന് പറയുന്ന ഷോർട്ട് കട്ട് ഞാൻ അസൈൻ ചെയ്തതാണ്. സോ എങ്ങനെ നമുക്ക് ഒരു ടൂളിന് ഒരു ഷോർട്ട് കട്ട് അസൈൻ ചെയ്യാം? സോ അപ്പോൾ ബ്രഷ് ടൂളിന് ബി ഉണ്ട്, ലൈൻ ടൂൾ നമുക്ക് വേറെ ഏതെങ്കിലും കൺട്രോൾ ടി ഉണ്ട്, സി ഉണ്ട്, ടി ഉണ്ട്. ഉദാഹരണത്തിന് ഫിൽ ടൂളിന് തന്നെ നമുക്കൊരു കീബോർഡ് ഷോർട്ട് കട്ട് അസൈൻ ചെയ്യുന്നത് എങ്ങനെ കാണിക്കാം. അപ്പോൾ ഫിൽ ടൂൾ എന്നാണ് അതിൻ്റെ പേരിൽ നിന്ന് നമുക്ക് അവിടെ കാണാൻ കഴിയും. മൗസ് അതിൻ്റെ മേലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ടൂളിൻ്റെ പേര് മനസ്സിലാക്കാൻ കഴിയും. നേരെ സെറ്റിങ്സിൽ പോവാം, എന്നിട്ട് കോൺഫിഗർ ഷോർട്ട് കട്ട്സ്, എന്നിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ഫിൽ ടൂൾ എന്ന് നമ്മളിവിടെ പ്രസ് ചെയ്യുമ്പോൾ കോൺഫിഗർ ഷോർട്ട് കട്ട്സ് ഫിൽ എ കോണ്ടിന്യൂസ് ഏരിയ അതിന്മേൽ ക്ലിക്ക് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കസ്റ്റം എന്ന് പറയുന്ന ഒരു ഭാഗത്ത്, അപ്പോൾ ഞാൻ ഈ ഷോർട്ട് കട്ട് ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും. എന്നിട്ട് എന്നാണെന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ജി പ്രസ് ചെയ്യുമ്പോൾ നമുക്കവിടെ ഷോർട്ട് കട്ട് അവൈലബിൾ ആയിരിക്കും. ഷോർട്ട് കട്ട് ജി ആയിരിക്കും. ഓക്കെ പ്രസ് ചെയ്യുന്നു, നമ്മുടെ ഷോർട്ട് കട്ട് വരും. അതുപോലെ തന്നെ മാജിക് വാൻ ടൂൾ W. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് കട്ട് നമുക്ക് ആദ്യം റിമൂവ് ചെയ്ത് നോക്കാം. നമുക്ക് റിമൂവ് ചെയ്യാം. ഇതിൻ്റെ പേരെന്താണ്? കോണ്ടിഗോസ് സെലക്ഷൻ ടൂൾ. അപ്പോൾ സെറ്റിങ്സ്, കോൺഫിഗർ ഷോർട്ട് കട്ട്സ്, കോണ്ടിഗോസ് സെലക്ഷൻ ടൂൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഞാൻ ആദ്യം അതിൻ്റെ ഡീഫോൾട്ട് കൊടുക്കുക, ഓക്കെ അടിച്ചു. ഇനിയിപ്പോൾ ഇവിടെ എനിക്ക് ഷോർട്ട് കട്ടില്ല. അപ്പോൾ ഷോർട്ട് കട്ട് ആഡ് ചെയ്യുന്നത് ഞാൻ അതേ പേര് കോണ്ടിഗോസ് സെലക്ഷൻ ടൂൾ ക്ലിക്ക് ചെയ്യുന്നു, ഇവിടെ പ്രസ് ചെയ്തിട്ട് W പ്രസ് ചെയ്യുന്നു. അപ്പോൾ W ഓൾറെഡി ഏതെങ്കിലും ഷോർട്ട് കട്ട് അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ചോദിക്കും റീ അസൈൻ ചെയ്യണമോ എന്ന്. നിങ്ങളത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീ അസൈൻ ചെയ്യാം. അപ്പം നമ്മുടെ ടൂള് W പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടൂൾ ആക്റ്റീവ് ആവും. G പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഫിൽ ബക്കറ്റ് ടൂൾ ആക്റ്റീവ് ആവും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഷോർട്ട് കട്ടുകൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം അസൈൻ ചെയ്യാവുന്നതാണ്. സോ അതാണ് ഷോർട്ട് കട്ട്സ്. അപ്പോൾ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പ്രത്യേകിച്ച് ഫോട്ടോഷോപ്പ് വളരെയധികം യൂസ് ചെയ്ത ആളുകൾക്ക് ഷോർട്ട് കട്ടുകളായിരിക്കും അവരുടെ പ്രധാന ആയുധം. അപ്പോൾ ആ രൂപത്തിൽ കൃതയെ നിങ്ങൾക്ക് മാറ്റിപ്പണിയാം. ഇനി ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ലെയറുകളെ കുറിച്ചാണ്. സോ ഇതാണ് നമ്മുടെ ലെയർ ഡോക്കർ ഡയലോഗ്. നമുക്ക് ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻ നിങ്ങൾ പറഞ്ഞു, ഡിലീറ്റ് ഇവിടെ, ലെയർ ആഡ് ചെയ്യുന്നത് ഇവിടെയാണ്. ഇപ്പോൾ ഇതിപ്പോൾ ഏറ്റവും ബേസ് നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ലെയർ നമുക്ക് ലോക്ക് ചെയ്തിടാം. നിങ്ങൾക്ക് ഹൈഡ് ചെയ്യാൻ ഈ ഐക്കൺ ഉപയോഗിച്ച് ഹൈഡ് ചെയ്യാം. പുതിയൊരു ലെയർ ഞാൻ ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്തതിന് ശേഷം ഞാനതിലൊരു കളർ സെലക്ട് ചെയ്യുന്നു. നിങ്ങളുടെ കളർ വിൻഡോ ചിലപ്പോൾ വ്യത്യാസമുണ്ടായിരിക്കും. അത് ഇവിടെ ഇതിന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് കളർ സെലക്ടർ. നിങ്ങൾക്ക് ഇതിനുള്ളിൽ പോയിട്ട് നിരവധി ടൈപ്പ് കളർ സെലക്ടർ വിൻഡോകളുണ്ട്. നിങ്ങൾക്കതൊക്കെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കളർ വിൻഡോ ആ രൂപത്തിലേക്ക് ചേഞ്ച് ചെയ്യപ്പെടും. ഇപ്പം ഞാൻ നമ്മുടെ ഈ ലെയറിൽ ഒരു റെഡ് ഒബ്ജക്റ്റ് വരച്ചു. ഇനി ഇതിൻ്റെ നമ്മൾ ഈ ലെയറിൻ്റെ നേരെ ജസ്റ്റ് നമ്മുടെ മൗസ് അവിടെ കൊണ്ടുപോയി വെച്ചാൽ തന്നെ ആ ലെയറിൻ്റെ കണ്ടൻറ്റ് അവിടെ തമ്പനലായിട്ട് നിങ്ങൾക്ക് എഴുതി കാണിക്കും. കൂടാതെ അതിൻ്റെ വിവരണം ഉണ്ടാവും. വിസിബിൾ ആണ്, ലോക്കഡ് അല്ല, ഒപ്പാസിറ്റി 100% ആണ്, അതിൻ്റെ ബ്ലെൻഡിങ് മോഡ് എന്താണ്, പിന്നെ ഇൻഹെറിറ്റ് ആൽഫ ലോക്കഡ് ആണോ എന്നുള്ളതൊക്കെ പ്രോപ്പർട്ടീസ് അവിടെ നിങ്ങൾക്ക് കാണാം. റൈറ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പ്രോപ്പർട്ടീസ് എടുത്തു കഴിഞ്ഞാൽ ലെയറിൻ്റെ പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് ഇവിടെയും പേര് മാറ്റണമെങ്കിൽ പേര് മാറ്റാം, ഒപ്പാസിറ്റി ഇവിടെ കുറക്കാം, ഏതെല്ലാം ചാനലുകളാണ് കാണിക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് അവിടെ സ്പെസിഫൈ ചെയ്യാം. അപ്പോൾ ആ രൂപത്തിൽ നിങ്ങൾക്ക് കാണാം. ഇവിടെ നിന്ന് ഇങ്ങനെ തമ്പനയിൽ കാണാം. ഇനി ഇവിടെ ഈ ചെറിയ കോർണറിലുള്ള ചെറിയ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മിനിമൽ വ്യൂ നിങ്ങൾക്ക് ലെയറിനെ ഈ രൂപത്തിൽ
ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. തമ്പനെയിൽ വ്യൂ നിങ്ങൾക്ക് വളരെ വലിയ വ്യൂയിലൂടെ നിങ്ങൾക്ക് ലെയറുകളെ കാണാം. നമുക്ക് ഡീറ്റെയിൽഡ് വ്യൂ ആണ് ഏറ്റവും ബെറ്റർ. പിന്നെ ഈ ലെയറിൽ ഞാൻ വരച്ചിട്ടുള്ള എന്താണോ ഇതിൻ്റെ ഉള്ളിലുള്ള പിക്സൽസ് എനിക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് പ്രസ് ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ആവും. Ctrl Z അടിച്ചു കഴിഞ്ഞാൽ അത് തിരികെ നമുക്ക് കിട്ടും. പിന്നെ ഹൈഡ് ചെയ്യേണ്ടതെന്ന് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടു. ഇനി അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, ഞാൻ ഫിൽ ബക്കറ്റ് ടൂൾ എടുത്തു. ബക്കറ്റ് ടൂൾ എടുത്തിട്ട് ഞാനിപ്പോൾ ഇത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ഏരിയയൊക്കെ ഫില്ലായി. ഫില്ലിൻ്റെ ടൂൾ ഓപ്ഷൻസ് ബക്കറ്റ് ടൂൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടൂൾ ഓപ്ഷൻ ഉണ്ടാകും. അവിടെ ലിമിറ്റ് ടു കറൻറ്റ് ലെയർ എന്നുള്ളത് ടിക്ക് ചെയ്തിട്ടുണ്ടാകും. ഇത് യഥാർത്ഥത്തിൽ ഓൺ ചെയ്യുന്നതാണ്. യഥാർത്ഥത്തിൽ ഈ ടിക്കിന് പകരം ഒരു ക്രോസ് ആണ് ഇട്ടുള്ളത്, എക്സ് മാർക്ക്. അപ്പോൾ നമ്മളിപ്പോൾ അതുകൊണ്ട് ഒഴിവാക്കി നോക്കുക. ഞാൻ മുകളിലൊരു ലെയർ ഇട്ടു. അല്ലെങ്കിൽ ഞാൻ ആദ്യം താഴെയുള്ള ഡിലീറ്റ് ചെയ്തിട്ട് ഇതിൽ കുറച്ചുകൂടി ഒരു റെഡിഷ് നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് ഓക്കെ ഇങ്ങനെ ഒരു ഫിയർ ഞാൻ വരച്ചത്. അപ്പോൾ നമ്മൾ ഇനി ഇതിൻ്റെ താഴെയുള്ള വൈറ്റ് ലെയറിൽ ഞാനൊരു കളർ ഫില്ല് ചെയ്യുകയാണ്. കളറ് ഒരു ഗ്രീൻ. ഓക്കെ, ഞാനിവിടെ ഇതിൻ്റെ ലോക്ക് ഒഴിവാക്കിയിട്ട് ജസ്റ്റ് ഫിൽ ചെയ്തു. പിന്നെ ഞാൻ ഈ റെഡ് ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ആ റെഡുള്ള ഏരിയയിൽ ഫിൽ ബക്കറ്റ് ടൂൾ പ്രവർത്തിച്ചിട്ടില്ല. ഇത് യഥാർത്ഥത്തിൽ വേറൊരു ലെയറാണ്, പക്ഷേ അതിന് തൊട്ട് മുകളിലുള്ള ലെയർ നിൽക്കുന്ന ഭാഗം പോലും അത് ഒഴിവാക്കിയിട്ടാണ് താഴെ ഫില്ല് ചെയ്തത്. ഓക്കെ, ഞാൻ Ctrl Z ചെയ്ത് ഒഴിവാക്കി അവിടെ വൈറ്റ്. ഇനി ടൂൾ ഓപ്ഷൻസിൽ ഈ ലിമിറ്റ് ടു കറൻറ്റ് ലെയർ, അതായത് കറൻറ്റ് ലെയർ മാത്രം നോക്കിയാൽ മതി, അപ്പുറത്തും ഇപ്പുറത്തുള്ള ലെയറുകളൊന്നും നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതില്ല എന്ന് പറയും. ഇനി ഞാനവിടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അവിടെ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തു. അപ്പോൾ ഫിൽ ബക്കറ്റ് ടൂള് നിങ്ങളിവിടെ ചെക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ആ കറൻറ്റ് ലെയർ മാത്രം നോക്കാം, അല്ലെങ്കിൽ എല്ലാ ലെയറുകളും നോക്കിയിട്ട് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇതിൽ വേറെയും ഒരു ലെയർ ആഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ ബ്ലൂ കളറിൽ സംതിങ് അങ്ങനെ അടയാളപ്പെടുത്തി. ഓക്കെ, ഇത് വേറെ ലെയറാണ്. നമ്മൾ താഴെയുള്ള ലെയറിൽ നിന്ന് വേറൊരു ഫിൽ കളർ സെലക്ട് ചെയ്യാണ്. ടൂൾ ഓപ്ഷൻസ് നമ്മൾ എല്ലാ ലെയറും കൺസിഡർ ചെയ്യണമെന്ന് കൊടുത്തു. വൈറ്റ് കളറാണ് ഞാൻ ഫില്ല് ചെയ്യുന്നത്. വൈറ്റ് കളർ ഫില്ല് ചെയ്തു. പക്ഷെ നിങ്ങൾക്ക് കാണാം നമ്മുടെ പഴയ വൈറ്റ് രണ്ട് ലെയറുകളുടെ ആ ഒരു ബൗണ്ടിങ് ബോക്സ് ഏരിയയിൽ അതിൻ്റെ ആ ഷേപ്പ്, ഔട്ട്ലൈൻ ഷേപ്പ് നോക്കിയിട്ട് അത് ഒഴിവാക്കിയിട്ടുണ്ട്. സോ നിങ്ങൾ ഫിൽ ടൂൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചെക്ക് ചെയ്യാൻ മറക്കരുത്. ലിമിറ്റ് ടു കറൻറ്റ് ലെയർ നല്ലൊരു ഓപ്ഷനാണ്, അത് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. പിന്നെ ഒന്നുള്ളത്, നിങ്ങൾക്ക് ഒരു ലെയർ മെർജ് ചെയ്യണമെങ്കിൽ ഫോട്ടോഷോപ്പിലെ പോലെ തന്നെ Ctrl E അടിക്കാം. ഇനി മൊത്തം ലെയറുകൾ നിങ്ങൾക്ക് ഒരുമിച്ച് ഒറ്റ ലെയർ ആക്കണമെങ്കിൽ ഫ്ലാറ്റൻ ഇമേജ് കൊടുക്കാം. ഓക്കെ, ഒറ്റ ലെയറായിട്ട് നിങ്ങൾക്ക് കിട്ടും. പിന്നെയുള്ളത് പ്രോപ്പർട്ടീസ്, ലെയർ സ്റ്റൈൽ നിങ്ങൾക്ക് ഫോട്ടോഷോപ്പിലെ പോലെ തന്നെ ഡ്രോപ്പ് ഷാഡോ, ഇന്നർ ഷാഡോ, ഔട്ടർ ഗ്ലോ, ഇന്നർ ഗ്ലോ ഇതെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. സോ അത് ഞാൻ വിശദീകരിക്കുന്നില്ല. ഫോട്ടോഷോപ്പിൽ അത് നിങ്ങൾക്ക് ജസ്റ്റ് നമുക്കൊന്ന് ഒരു എക്സാമ്പിൾ നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ലെയർ സ്റ്റൈൽ, ഡ്രോപ്പ് ഷാഡോ ഞാൻ ടിക്ക് ചെയ്യുന്നു. നിങ്ങൾക്ക് അവിടെ പ്രിവ്യൂ കാണാം. ഓക്കെ, സോ ഓക്കെ പ്രസ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് അതിനൊരു എഫക്ട്സ് ഇവിടെ ആഡ് ചെയ്യും. നിങ്ങൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഫ്ലാറ്റൻ ലെയർ കൊടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. ഓക്കെ, ചിലപ്പോൾ ഫ്ലാറ്റൻ ലെയറിൻ്റെ ഒരു ഓപ്ഷൻ ഞാൻ കാണിച്ചു. ഉദാഹരണത്തിന് നമ്മൾ ആ ലെയറിനൊക്കെ ഡിലീറ്റ് ചെയ്യാം. ഈ ലെയറിന് തന്നെ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തൊരു ട്രാൻസ്പെറൻസി മാസ്ക് കൊടുത്തു. ട്രാൻസ്പെറൻസി മാസ്ക് നമ്മൾ ബ്ലാക്ക് എടുത്തിട്ട് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ആ വരച്ചതിനനുസരിച്ചിട്ട് ഏത് ലെയറിനാണോ നമ്മൾ മാസ്ക് അപ്ലൈ ചെയ്ത് ആ മാസ്കിൻ്റെ അത്ര ഏരിയ നമ്മൾ കൊടുക്കുന്ന ബ്ലാക്കിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ച് ട്രാൻസ്പെറൻ്റ് ആവും. അതാണ് ട്രാൻസ്പെറൻസി മാസ്ക്.
ഇതിപ്പോൾ ഒരു ലെയറാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഇത് നമുക്ക് ഒഴിവാക്കിയിട്ട് ഇതൊറ്റ ലെയറായി കിട്ടണമെങ്കിൽ ജസ്റ്റ് ഫ്ലാറ്റൻ ലെയർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ലെയറായിട്ട് നിങ്ങൾക്ക് കിട്ടും. മാസ്കിൻ്റെ ലെയർ അപ്രത്യക്ഷമാവും. അത് അപ്ലൈ ചെയ്തിട്ടാണത് റെഡിയാവും. ഓക്കെ, സോ ഇനി മറ്റൊരു കാര്യം, ഇനി നമ്മൾ ബ്രഷ് ഉപയോഗിക്കുന്നു. നമ്മൾ ഡിലീറ്റ് പ്രസ് ചെയ്ത് നമ്മളെ ലെയറിലെ എല്ലാ കണ്ടൻറ്റും ഡിലീറ്റ് ചെയ്തു. നമ്മൾ ബ്രഷ് യൂസ് ചെയ്തുകൊണ്ട് ഞാൻ നമ്മുടെ ലെയറിൻ്റെ പുറത്തേക്ക് ഇവിടെയൊക്കെ ഞാൻ വരച്ചു. ഇപ്പോൾ ഫോട്ടോഷോപ്പിലാണെങ്കിൽ ഈ ക്യാൻവാസിൻ്റെ പുറത്തുള്ള ഏരിയ ഒന്നും യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടുകയില്ല. അതേസമയം കൃത ഓട്ടോമാറ്റിക്കലി ആ ലെയറിനെ എക്സ്റ്റെൻഡ് ചെയ്യും. അതിൻ്റെ അപ്പുറം വരച്ചതൊക്കെ അവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ഓക്കെ, പിന്നെ ലെയർ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ നമ്മൾ ഈ ലെയറിൽ നമ്മൾ ജസ്റ്റ് സംതിങ് വരച്ചു. ഇനി നമ്മളതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ Ctrl+J പ്രസ് ചെയ്യാം. ഫോട്ടോഷോപ്പ് പോലെ തന്നെ നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് ലെയർ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് താഴെയുള്ള ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എന്നുള്ള ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ലഭിക്കുന്നതാണ്. സോ ഡ്യൂപ്ലിക്കേറ്റ് ഇനി ആർട്ട് പിടിച്ചിട്ട് നിങ്ങൾ വലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ കിട്ടില്ല. ഫോട്ടോഷോപ്പിൽ കിട്ടും, പക്ഷേ കൃതയിൽ ആൾട്ട് വലിച്ചു കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ കിട്ടില്ല. പിന്നെ ഒരു ലെയറിനെ ഗ്രൂപ്പ് ചെയ്യാൻ നിങ്ങൾ Ctrl+G പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. പക്ഷേ ഗ്രൂപ്പിനുള്ളിലേക്ക് ലെയറുകളൊന്നും പോകത്തില്ല. അപ്പോൾ ഈ ലെയർ സെലക്ട് ചെയ്ത് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂവ് ലെയർ ഇൻ ടു ഗ്രൂപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ഗ്രൂപ്പിനുള്ളിൽ ആയിരിക്കും. ഓക്കെ, ഇനി അതിന് പുറത്ത് കിടക്കണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ബാക്ക് ബട്ടൺ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പുറത്തേക്കും വരും. ഇനി കൃതയിലെ ഗ്രൂപ്പ് ലെയറുകൾക്കൊരു പ്രത്യേകതയുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ താൽക്കാലികമായ ഒരു ആവശ്യത്തിന് ഇതാണ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഇറേസർ ടൂൾ ഈ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. വീണ്ടും ഈ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രഷ് കിട്ടും. ഞാനിതിൽ 2 കളറുകൾ ജസ്റ്റ് ഫോർ പ്രിവ്യൂ, ഇങ്ങനെ എല്ലാ കളറും നമ്മൾ കൊടുക്കുക. എന്നാലും കളർ ചെയ്തു. ഞാനിത് കളർ ചെയ്തത് എൻ്റെ ഈ ലെയറിലാണ്. ഗ്രൂപ്പ് ലെയർ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഞാൻ എൻ്റെ സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചിട്ട് ഗ്രൂപ്പ് ലെയറിൽ ഇങ്ങനെ സെലക്ട് ചെയ്തു. എന്നിട്ട് ഞാൻ ട്രാൻസ്ഫോം ടൂൾ നീക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. അതേസമയം Ctrl+T പ്രസ് ചെയ്തിട്ട് ഞാൻ അതിനെ നീക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഗ്രൂപ്പ് ലെയറിൽ പോലും അതിൻ്റെ കണ്ടൻസിനെ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ആ കട്ടിങ് കണ്ടൻറ്റിനുള്ളിൽ നിന്നും എടുത്തു കൊണ്ടുപോയി. ഓക്കെ, അപ്പോൾ ഒരുപാട് ഗ്രൂപ്പിൽ ഒരുപാട് ലെയറുകളുണ്ട്. ആ ലെയറൊക്കെ നമുക്ക് ഒരുമിച്ചിട്ട് കട്ട് ചെയ്തിട്ട് കൊണ്ടുപോകാം. ഓക്കെ, Ctrl+Shift+A. പിന്നെ ലെയറിന് മുകളിലോട്ട് ഒരുപാട് ലെയറുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിലോട്ടും താഴോട്ടും കൊണ്ടുപോകാൻ ഈ രൂപത്തിൽ നിങ്ങൾക്ക് മുകളിലോട്ടും താഴോട്ടും കൊണ്ടുപോകാവുന്നതാണ്. മറ്റൊന്ന് ഞാനത് ഡിലീറ്റ് ചെയ്തു. ഒരു സ്ക്വയർ വരക്കാം. ജി പ്രസ് ചെയ്ത് അതിൽ കളർ ഫിൽ ചെയ്യും. ഓക്കെ, ഞാൻ ഒരു സെലക്ഷൻ നമ്മുടെ പ്രൊജക്റ്റിൽ എനിക്ക് എപ്പോഴും ഇവിടെ നിന്ന് ഒരാളെങ്ങനെ കട്ട് ചെയ്തെടുക്കണം എന്ന് കരുതുക. ഈ ഒരു സെലക്ഷൻ എനിക്ക് പലപ്പോഴും ആവശ്യം വരികയാണെങ്കിൽ ജസ്റ്റ് ഇതിന്മേൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ലോക്കൽ സെലക്ഷൻ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനുള്ളിൽ പുതിയൊരാൾ വരും. കണ്ടോ, ലോക്കൽ സെലക്ഷൻ. നിങ്ങൾ ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള ഓക്കെ Ctrl+Shift+A നമ്മളതിൻ്റെ സെലക്ഷൻ എന്തുകൊണ്ട് ഒഴിവാകുന്നില്ല? ഓക്കെ നമ്മൾ ലെയറിന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഇതിൻ്റെ സെലക്ഷൻ പോയി. വീണ്ടും നമുക്ക് ആ സെലക്ഷൻ എപ്പോഴെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ നമ്മൾ ഈ സെലക്ഷൻ ലെയറിൻ്റെ കണ്ണ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സെലക്ഷൻ അവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് നമുക്ക് വീണ്ടും ഓൺ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. സോ ഇറ്റ്സ് അനദർ വേ ടു സേവ് സെലക്ഷൻ. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ലോക്കൽ സെലക്ഷൻ. പിന്നെ
ഷിഫ്റ്റ് ചെയ്യും. നമുക്കത് അതിനെ സെലക്ഷൻ ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ ഒരാളുണ്ട്, ട്രാൻസ്പെറൻസ് ആൽഫ ലോക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ലെയറിൽ വരക്കുന്നതെല്ലാം അതിൻ്റെ ആൽഫക്കകത്ത് ഒതുങ്ങും. കണ്ടോ, ഇവിടെയൊക്കെ ഞാൻ വരച്ചാലും ഈ ആൽഫ ഒഴികെയുള്ള അതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഏരിയകളിലൊന്നും നമ്മുടെ ഡ്രോയിങ് എഫക്റ്റ് ആവത്തില്ല. ജസ്റ്റ് ആ ഒരു ലെയറിൽ മാത്രം. അതിന് തൊട്ട് മുകളിൽ ഞാനൊരു ലെയർ ആഡ് ചെയ്തിട്ട് വരയ്ക്കുകയാണെങ്കിൽ അത് പുറത്തേക്ക് പോകും. പക്ഷേ ആ ലെയറിൻ്റെ ആൽഫയിൽ അത് ലോക്ക് ചെയ്തിരിക്കും. പിന്നെ നിങ്ങൾക്ക് ബ്ലെൻഡിങ് മോഡ്സാണ്. ബ്ലെൻഡിങ് മോഡ്സ് നിങ്ങൾക്ക് ഓരോന്നിങ്ങനെ ഓരോ ലെയറിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഒരുപാട് ലെയറുകളുണ്ടെങ്കിൽ അവയെ നമുക്ക് പരസ്പരം ഇങ്ങനെ കമ്പോസിഷൻ കളറുകളൊക്കെ മിക്സ് ചെയ്ത് പുതിയ എഫക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് ബ്ലെൻഡിങ് മോഡ്സ് ഉപയോഗിക്കാം. ഫോട്ടോഷോപ്പ് യൂസ് ചെയ്യുന്നവർക്ക് വളരെ പരിചിതമായിരിക്കും. ഈ വീഡിയോയിൽ നിങ്ങളോട് ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ദീസ് ആർ ഓൾ ബേസിക്സ്. ഐ ഹോപ്പ് യു ഗോട്ട് സംതിങ് ഫ്രം ദിസ് വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ മലയാളം ട്യൂട്ടോറിയൽസ് ചാനലിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ സുഹൃത്തുക്കളുമായി വീഡിയോകൾ ഷെയർ ചെയ്യുമല്ലോ. കൂടുതൽ ട്യൂട്ടോറിയലുകളുമായി മലയാളം ട്യൂട്ടോറിയൽസ് വീണ്ടും എത്തുന്നതാണ്. അതുവരെ ഗുഡ് ബൈ.